ഞങ്ങളെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തി വിജയം നേടി. ഈ കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ വിജയം ഞങ്ങൾ നേടിയിരിക്കുന്നു. സർക്കാരിൽ ജനങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാൻ ചേലക്കര വിജയിച്ചു വരണം എന്നവർ കണക്കാക്കി. എല്ലാ സന്നാഹങ്ങളും ഒരുക്കി. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമല്ലോ, അതിനപ്പുറവും ചെയ്തു. എന്തായി? ഇതേ സ്ഥാനാർത്ഥി UR പ്രദീപ് 2016 അവിടെ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ കിട്ടിയതിനേക്കാളും വോട്ടും ഭൂരിപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ അതേ പ്രദീപ് നേടുന്നു. പിടിച്ചെടുക്കാൻ നിങ്ങൾ നിയോഗിച്ച സ്ഥാനാർത്ഥി പുറകോട്ട് പോകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് പോലും സ്വന്തമാക്കാൻ ആ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നില്ല. ആരുടെ വിജയം? കേരളത്തിലെ ജനങ്ങൾ LDFിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ചേലക്കരയിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ചേലക്കരയിൽ ചേലുള്ള വിജയം എന്ന് നാട് ഒന്നിച്ചു പറയുന്നത്. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണ ഇന്ന് നാടാകെ പുതുക്കുകയാണ്. നമ്മുടെ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങൾക്കും സമര പോരാട്ടങ്ങൾക്കും കൂത്തുപറമ്പ് രക്തസാക്ഷികൾ വലിയ ഊർജം പകരുന്ന നിലയുണ്ടായിട്ടുണ്ട് എന്നത് നമ്മുടെ സമര അനുഭവങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ പറഞ്ഞതുപോലെ 5 രക്തസാക്ഷികളെയാണ് നേരത്തെ നാം ഈ ദിനത്തിൻ്റെ ഭാഗമായി അനുസ്മരിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മുന്നിൽ സഹനത്തിൻ്റെ മാതൃകയായി മാറിയ സഖാവ് പുഷ്പൻ്റെ വിടവാങ്ങൽ അതുകൂടി ചേർത്തുകൊണ്ടാണ്, സഖാവ് പുഷ്പനെ കൂടി ചേർത്തുകൊണ്ടാണ് ഇത്തവണ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ നാം അനുസ്മരിക്കുന്നത്. പുഷ്പൻ്റെ വേർപാടിന് ശേഷം കേരള നിയമസഭയിലടക്കം കൂത്തുപറമ്പ് സമരത്തെ പ്രത്യേക രീതിയിൽ അപഹസിക്കാനുള്ള ചില ശ്രമങ്ങൾ ചിലർ നടത്തുകയുണ്ടായി. നമുക്കറിയാം, ആ സമരത്തിൻ്റെ ആത്യന്തിക ഫലം കേരളത്തിൽ ആ സമരത്തിന് മുൻപ് നമ്മുടെ സംസ്ഥാനത്തെ അന്നത്തെ ഭരണാധികാരികൾ ആഗ്രഹിച്ച തരത്തിലുള്ള കാര്യങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് പൊതു സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ആരോഗ്യ സ്ഥാപനങ്ങളായാലും സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കാത്ത അവസ്ഥ വന്നത്. അതിൻ്റെ മറ്റൊരു രൂപം പൊതുമേഖലയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്ന കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാനം ഇന്ന് ഈ കാര്യത്തിലെല്ലാം രാജ്യത്തിന് തന്നെ മാതൃകയായി നിലകൊള്ളുകയാണ്. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല ഏറ്റവും പ്രധാന പ്രശ്നമായി ആ കാലത്ത് ഉയർന്നു വന്നിരുന്ന പ്രശ്നം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഇന്ന് ഏറ്റവും മാതൃകാപരമായി തന്നെ ഉയർന്നു നിൽക്കുന്നു. അന്നത്തെ സർക്കാർ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല നടന്നത്. അതിനിടയാക്കിയത് ഈ പ്രക്ഷോഭം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രസിദ്ധമായ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ആ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ്. ഇതെല്ലാം കൂത്തുപറമ്പ് സമരത്തിൻ്റെ ആത്യന്തിക ഫലമായി സംഭവിച്ചതാണ് എന്നതാണ് വസ്തുത. കേരളത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വലിയ നേട്ടം നേടുന്നതിന് കഴിഞ്ഞതും ഈ സമരത്തിൻ്റെ ഒരു ബാക്കി പത്രം തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ മേഖല ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി തന്നെ തകർക്കുന്ന നിലയായിരുന്നു UDF സ്വീകരിച്ചിരുന്നത്. ആ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച, അതിൻ്റെ ഭാഗമായുള്ള വിദ്യാലയങ്ങൾ അടഞ്ഞുപോകൽ, ഇതെല്ലാം അവസാനിപ്പിക്കാനും ഇന്ത്യയിലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ 1 എന്ന നില നേടിയെടുക്കാനും കഴിഞ്ഞതും ഈ സമരത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായ കാര്യമാണെന്ന് നാം കാണണം. അപ്പോൾ സമരത്തിലൂടെ നമ്മുടെ നാടിൻ്റെ നല്ല മാറ്റത്തിന് ഇടയാക്കാൻ കഴിഞ്ഞു. ദുരുപദിഷ്ടമായ നീക്കങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞു. അതിനെല്ലാം ഇടയാക്കിയ മഹത്തായ സമരമാണ് കൂത്തുപറമ്പ് സമരം എന്നത് നാം അടിവരയിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത്തരം സമരങ്ങളെ, മുൻപ് നടന്ന ഇതുപോലുള്ള മറ്റു സമരങ്ങളെയും ആക്ഷേപിക്കുന്നത്, അവഹേളിക്കുന്നത് ഒരു ദൗത്യമായി ഏറ്റെടുക്കുന്ന നിലയാണ് കേരളത്തിൽ നേരത്തെ തന്നെ ചിലർ സ്വീകരിച്ചിട്ടുള്ളത്. അവരെ ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവരാണ്. എത്രയോ രക്തസാക്ഷികളെ അപഹസിക്കാൻ
ഈ വിഭാഗം നേരത്തെയും തയ്യാറായിട്ടുണ്ട്. നാട് നെഞ്ചേറ്റിയ രക്തസാക്ഷികളെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവർ സ്വയം അപമാനിതരായി മാറുന്നു എന്നതാണ് വസ്തുത. നമ്മുടെ രക്തസാക്ഷികളുടെ സ്മരണക്കു മുന്നിൽ ഈ ഘട്ടത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം. നമ്മുടെ രാജ്യം പ്രത്യേകമായൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടമാണിത്. ഇന്ത്യ ഗവൺമെൻറ് BJPയുടെ നേതൃത്വത്തിൽ അധികാരം കൈയാളുമ്പോൾ വലിയ തോതിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടികൾ ഒരു ഭാഗത്ത് സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള വർഗീയ സംഘർഷം അഴിച്ചുവിടാനുള്ള ശ്രമമാണ് രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ചേരിതിരിക്കുക, അതിൻ്റെ ഭാഗമായി സംഘർഷങ്ങൾ ഉണ്ടാക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക, പലപ്പോഴും കൊലപാതകങ്ങൾ വരെ അതിൻ്റെ ഭാഗമായി അരങ്ങേറുക. ഇതെല്ലാം പ്രത്യേകമായ ഒരു അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ജനവിരുദ്ധ നയമുണ്ട്. ആ ജനവിരുദ്ധ നയത്തിൻ്റെ ഫലമായി ഇവിടെ അവശത അനുഭവിക്കുന്നത് ജനങ്ങളാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യം ഇന്നെവിടെ എത്തി നിൽക്കുന്നു? ലോക രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ രാജ്യത്താണ്. ആ പട്ടികയിൽ 105 സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. ഈ 105 കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ തൊട്ടുകിടക്കുന്ന കുറേ രാഷ്ട്രങ്ങളുണ്ടല്ലോ, അവയേക്കാളെല്ലാം വളരെ മികച്ചതാണ് നമ്മുടെ രാജ്യം എന്നാണ് നമ്മൾ സാധാരണ നമ്മുടെ ഭരണാധികാരികളൊക്കെ അവകാശപ്പെടാറുള്ളത്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ മെച്ചപ്പെട്ട അവസ്ഥ ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യവും കൂടി കണക്കിലെടുത്തല്ലേ കണക്കാക്കേണ്ടത്. അങ്ങനെ കണക്കാക്കിയാൽ നമ്മുടെ തൊട്ടുകിടക്കുന്ന ഒരു രാഷ്ട്രവും നമ്മുടെ പിറകിലല്ല. 105 ശേഷം 106, 107 അങ്ങനെയുള്ള നമ്പറിലേക്ക് ഒരു രാഷ്ട്രവും ഇല്ല. നമ്മുടെ തൊട്ടുകിടക്കുന്ന രാഷ്ട്രങ്ങളെല്ലാം അതിൻ്റെ വളരെ മേലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടുകിടക്കുന്ന രാഷ്ട്രങ്ങളുടെ അടക്കം പിന്നിലാണ് നമ്മൾ കിടക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? രാജ്യത്തെ ഗവൺമെൻറ് എപ്പോഴും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. പാവപ്പെട്ട ജനവിഭാഗത്തെ പ്രത്യേകമായി സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണം. നമ്മുടെ രാജ്യത്ത് അത്തരമൊരു നടപടിയുണ്ടോ? നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന നടപടികൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുക കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവരെ പാപ്പരീകരിക്കുന്ന നടപടികളാണ്. അതേസമയം സമ്പന്നരെ കൂടുതൽ അതിസമ്പന്നരാക്കുന്ന നയം നടപ്പാക്കുകയും ചെയ്യുന്നു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണം എന്ന് സാധാരണ പറയാറില്ലേ? അക്ഷരാർത്ഥത്തിൽ അതാണല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നത്. ഇത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് ഇപ്പോൾ ശക്തമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ രാജ്യത്ത് തൊഴിൽ വേണമല്ലോ. എന്നാൽ തൊഴിൽ നൽകുന്ന നടപടിയാണോ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള തൊഴിലും നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകാൻ പറ്റുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവിടെ നിയമനം നടക്കാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പൊ സാധാരണഗതിയിൽ തൊഴിൽ നിഷേധിക്കുന്ന നിലയെടുക്കുന്നു. വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ പെരുപ്പം നടക്കുന്നു. ഈ കാര്യം സ്വാഭാവികമായും കടുത്ത അതൃപ്തിയിലേക്ക്, അസംതൃപ്തിയിലേക്ക് നയിക്കുമല്ലോ. അപ്പൊ ജനങ്ങളാകെ വലിയ തോതിൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നയമില്ല. എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതിനാണ് താല്പര്യം. ഇതിൻ്റെ എല്ലാം ഭാഗമായി വരുന്ന അസംതൃപ്തി, ആ അസംതൃപ്തി മറ്റൊരു വഴിക്ക് തിരിച്ചുവിടണം. ആ അസംതൃപ്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത്, തൊഴിലില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കരുത്, താൻ ജോലിയെടുക്കുന്ന സ്ഥാപനത്തിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവരരുത്, കാർഷിക രംഗത്ത് കൃഷിക്കാർ അനുഭവിക്കുന്ന വിഷമതയെക്കുറിച്ച് ചിന്തിക്കരുത്. ഈ ജനവിഭാഗങ്ങളുടെ എല്ലാം ചിന്ത വേറൊരു വഴിക്ക് തിരിച്ചുവിടണം. ആ തിരിച്ചുവിടലിന് ഏറ്റവും പറ്റിയ ഒന്നാണ് വർഗീയത. അതാണ് വർഗീയ സംഘർഷം വലിയ തോതിൽ സൃഷ്ടിക്കാൻ ഇവിടെ നോക്കുന്നത്. ഇപ്പോ നമ്മുടെ രാജ്യത്തെ ഒരു കണക്കനുസരിച്ച് ഈ പശുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നല്ലോ.
ആ പശുവിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു 60-ൽ പരം ആളുകളെ കഴിഞ്ഞൊരു ദശാബ്ദക്കാലത്തിനടക്ക് കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിലാരൊക്കെ, ഏതെല്ലാം തരത്തിലുള്ളവർ? ഒരു കുറ്റവും ചെയ്യാത്തൊരു കുട്ടിയെ കൊലപ്പെടുത്തിയ വാർത്ത കണ്ടില്ലേ? ഏതെല്ലാം തരത്തിലുള്ള കൊലപാതകങ്ങൾ, എത്ര ഹീനമായ കൊലപാതകങ്ങൾ! ഓരോ പ്രദേശത്തും അഴിച്ചുവിട്ടിട്ടുള്ള വർഗീയത, അതിൻ്റെ ഭാഗമായുള്ള വർഗീയ സംഘർഷം, ഒരു വിഭാഗത്തെ ശത്രുവായി കണ്ടുകൊണ്ടുള്ള നീക്കം, ഇതെല്ലാം ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ജീവസായ പ്രശ്നങ്ങൾ, ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത് ആളുകളുടെ ശ്രദ്ധയിൽ തിരിച്ചുവിടുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ തരത്തിൽ നമ്മുടെ രാജ്യം ജനങ്ങളിൽ മഹാഭൂരിഭാഗം പാപ്പരീകരിക്കപ്പെടുന്നത്? കേന്ദ്ര ഗവൺമെന്റ് നയമാണ് കാരണം. ആ നയം ഇപ്പോൾ നടപ്പിലാക്കുന്നത് BJP ആണ്, BJPയുടെ നേതൃത്വമുള്ള ഗവൺമെന്റാണ്. ഈ നയം BJPയുടെ മാത്രം നയമാണോ? ഇന്ത്യ രാജ്യത്ത് ഈ നയം BJP ആണോ ആദ്യമായി നടപ്പാക്കിയത്? ഇതും നാം ഓർത്തു പോകുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരവസ്ഥ ഉണ്ടാകുന്നതിനിടയാക്കിയത് നവ ഉദാരവൽക്കരണ നയമാണ്. ആ നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ എല്ലാ പ്രത്യേകതകളും. നവ ഉദാരവൽക്കരണ നയം അംഗീകരിച്ചത്, ആദ്യം നടപ്പാക്കിയത് കോൺഗ്രസ്സാണ്, കോൺഗ്രസ് പാർട്ടിയാണ്, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാണ്, കോൺഗ്രസിന്റെ കേന്ദ്ര ഗവൺമെന്റാണ്. ഒരു കാലത്ത് അത് നടപ്പാക്കി. രാജ്യത്താകെ ഇപ്പം അനുഭവം വന്നിരിക്കുന്നു, അത് അങ്ങേയറ്റം ജനവിരുദ്ധമായി പോയി, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായി പോയി. ഇപ്പോ ആ തെറ്റ് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ? ഞങ്ങൾ ചെയ്തത് ശരിയായിരുന്നില്ല എന്നെപ്പോഴെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പോഴും ഇതേ നയത്തിലാണല്ലോ കോൺഗ്രസ് നിൽക്കുന്നത്. ഒരു മാറ്റവും ഇല്ലാലോ. എന്തുകൊണ്ടാണ് മാറ്റമില്ലാത്തത്? ഒരേ താല്പര്യം. ഇപ്പോൾ കേരളത്തിന്റെ അനുഭവം എടുത്തു നോക്കി. കേരളത്തില് 2016 മുൻപ് 2011 മുതൽ 16 വരെ അധികാരത്തിലുണ്ടായിരുന്ന UDF ഗവൺമെന്റ് ആയിരുന്നല്ലോ. ആ UDF ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണല്ലോ. ആ ഗവൺമെന്റ് നടപ്പാക്കിയ നയം എന്തായിരുന്നു? ഇതേ നവോദാരവൽക്കരണ നയമാണ്. ആ ഗവൺമെന്റ് കാലയളവെടുത്താൽ കേന്ദ്രത്തിൽ 2 ഗവൺമെന്റ് വന്നു. ആദ്യഘട്ടം മൻമോഹൻ സിംഗിന്റെ നേതൃത്വമുള്ള ഗവൺമെന്റ്, രണ്ടാമത്തെ ഘട്ടം നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള ഗവൺമെന്റ്. ആ 2 ഗവൺമെന്റുകളും ഇവിടുത്തെ UDF ഗവൺമെന്റും എല്ലാം ഒരേ നയമാണല്ലോ നടപ്പാക്കിയത്. ആ നയം നടപ്പാക്കിയതിന്റെ ഭാഗമായിരുന്നല്ലോ 2011 മുതൽ 16 വരെ നമ്മുടെ നാട്, നമ്മുടെ കേരളം, കേരളീയർ അനുഭവിച്ച ദുരിതങ്ങളാകെ. ഇപ്പോഴെങ്കിലും അത് തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ചിലയിടങ്ങളിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റുകളുണ്ടല്ലോ, അവിടങ്ങളിൽ എന്തെങ്കിലും നയമാറ്റമുണ്ടോ? ഇപ്പോ കേരളത്തില് LDF ഗവൺമെന്റ് ഈ നയം എല്ലാവരും അംഗീകരിക്കുന്നത്. ഈ നയം അംഗീകരിക്കുന്നില്ല എന്ന് തന്നെ പറയാണല്ലോ. ഒരു ബദൽ നയം നടപ്പാക്കുകയാണല്ലോ. എന്താണ് ആ ബദൽ നയത്തിന്റെ പ്രത്യേകത? ഇപ്പോ അതിദാരിദ്ര്യത്തിന്റെ അവസ്ഥ എടുത്താൽ മതി. ദാരിദ്ര്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങള് നമ്മുടെ രാജ്യത്താകെ വലിയ തോതിലുണ്ട്. കേരളത്തിൽ അത് വലിയ നമ്പറല്ല, എന്നാൽ എണ്ണത്തിലെടുത്താൽ 64,006 കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പം അത്ര ഉണ്ടാവില്ല, പക്ഷെ നേരത്തെയുള്ള എണ്ണം 64,006 ആ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ 0.7%. എന്താണ് ഈ ബദൽ നയത്തിന്റെ പ്രത്യേകത? കേരളത്തിലെ LDF സർക്കാരിന്റെ ബദൽ നയത്തിന്റെ പ്രത്യേകത, ആ ബദൽ നയം കാരണം സർക്കാർ തീരുമാനിച്ചു, LDF തീരുമാനിച്ചു, ഈ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. 3 വർഷം മുൻപ് അത്തരമൊരു തീരുമാനമെടുത്തു. 3 വർഷം കൊണ്ട് ഈ കുടുംബങ്ങളെ ആകെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്. നമ്മുടെ സംസ്ഥാനത്ത് 1ാമത്തെ വർഷം, അതായത് കഴിഞ്ഞ വർഷം നവംബർ 1-ാം തീയതി, ഈ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ എത്ര കുടുംബങ്ങൾ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിതരായി എന്ന കണക്ക് സർക്കാർ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ 2ാമത്തെ വർഷമായി. ഈ കഴിഞ്ഞ നവംബർ 1, നവംബറിന്റെ അവസാനത്തിലേക്കാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷമാണ് 2025 നവംബർ 1. നേരത്തെ പ്രഖ്യാപിച്ച രീതിയിൽ കേരളത്തിൽ അതിദരിദ്രാവസ്ഥയിലുള്ള ഒരു കുടുംബവുമില്ല എന്ന അവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. ഇത് ഇന്ത്യ എന്നതൊരു മഹാരാജ്യമാണല്ലോ. നമ്മളെക്കാണെല്ലാം എത്രയോ കൂടുതലാണല്ലോ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഈ പാവപ്പെട്ടവരുടെ കാര്യം ആലോചിക്കാൻ ഏതെങ്കിലും സംസ്ഥാനത്തിന് കഴിയുന്നുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനത്തിന് അത്തരം ഒരു പരിപാടിയുണ്ടോ?
ഈ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്നൊരു അജണ്ടയുണ്ടോ, അവിടെയാണ് LDF വേറിട്ട് നിൽക്കുന്നത്. അതാണ് നയത്തിന്റെ പ്രത്യേകത. നവ ഉദാരവൽക്കരണ നയം അംഗീകരിക്കാത്തതിന്റെ ഭാഗമായാണ് അത് സംഭവിക്കുന്നത്. മറ്റൊട്ടേറെ ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാൻ പറ്റും. ഇപ്പോൾ ആ ഭാഗത്തേക്കല്ല അധികമായി കടക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഈ തരത്തിലുള്ള മാറ്റം അത് ഇന്ത്യ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാൻ കഴിയാത്തത് അവരംഗീകരിക്കുന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് നോക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പലയിടങ്ങളിലും വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്ത്യ ഗവൺമെന്റ് തന്നെ പ്രചാരകര് പ്രചരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഉക്രൈൻ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉക്രൈനിലേക്ക് പോകുന്നു, അവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ലോകരംഗത്ത് വലിയ തോതിലുള്ള ഇടപെടൽ നടത്തുന്നു. അങ്ങനെയെല്ലാമുള്ള ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ കക്ഷിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുന്ന സംസ്ഥാനമാണല്ലോ മണിപ്പൂർ. എന്താണ് അവിടുത്തെ അവസ്ഥ? എന്താണ് നമ്മൾ അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ കത്തുകയല്ലേ. 1.5 വർഷം കൊണ്ട് 250-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടില്ലേ? ഔദ്യോഗികമായി തന്നെ അത്രയും പറയാണ്, അനൗദ്യോഗികമായിട്ട് എത്രയാണ്? എത്ര ആളുകളാണ് അവിടുന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നത്, നാട് വിട്ടു പോകേണ്ടി വന്നത്? എത്ര ക്രൂരമായ ആക്രമണത്തിനിരയാകുന്നത്? ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിലും കൊലപാതകത്തിലും എത്രമാത്രം ഹീനമായ കാര്യങ്ങളാണ് നടന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ അക്രമികൾക്ക് പരസ്യമായി പ്രോത്സാഹനം നൽകുന്ന ഒരു സംസ്ഥാന ഭരണമല്ലേ അവിടെയുള്ളത്? അവിടുത്തെ മുഖ്യമന്ത്രി പരസ്യമായി പ്രസംഗിച്ചതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയല്ലേ. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന, ഇന്ത്യ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന കക്ഷി, ആ കക്ഷിയാണല്ലോ അവിടെ ഭരിക്കുന്നത്. ആ കക്ഷിയുടെ കൂടെ നിൽക്കുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു, അവർ പിന്തുണ പിൻവലിച്ചല്ലോ, NPP എന്ന് പറയുന്നവർ. ഇതേവരെ ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ടോ? ഒരു വിഭാഗത്തെ വംശഹത്യ എന്ന നിലയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടപെടാനുള്ള ബാധ്യത ഗവൺമെന്റില്ലേ? ആ ബാധ്യത നിറവേറ്റുന്നുണ്ടോ? എന്താണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാത്തത്? ഇതാണ് ഇന്ത്യ ഗവൺമെന്റ്, പ്രത്യേകിച്ച് BJPയും BJPക്ക് നേതൃത്വം കൊടുക്കുന്ന RSSും സംഘപരിവാറും ചെയ്യുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഒരു രാജ്യം എപ്പോഴും ആ രാജ്യത്തിലെ പൗരരെ ആകെ സംരക്ഷിക്കാൻ ബാധ്യപ്പെട്ടതാണ്. ഗവൺമെന്റ് എപ്പോഴും ചെയ്യേണ്ട കാര്യമാണത്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന എല്ലാവർക്കും തുല്യനീതിയാണ് ഉറപ്പു നൽകുന്നത്. മതനിരപേക്ഷത അംഗീകരിച്ച് നാം പോകുന്നു. മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ്. മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ മതവിശ്വാസികളുണ്ടാവും. ഭൂരിപക്ഷ മതത്തിൽ വിശ്വസിക്കുന്നവർ കാണും, ന്യൂനപക്ഷ മതത്തിൽ വിശ്വസിക്കുന്നവരും കാണും. ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും എല്ലാ മതവിശ്വാസികൾക്കും തുല്യമായ അവസരം ഇവിടെ ഉണ്ടാകണമെന്നാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഈ കാര്യത്തിൽ ന്യൂനപക്ഷ സംരക്ഷണം എന്നത് ഏതൊരു പരിഷ്കൃത സമൂഹവും നടപ്പാക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷ സംരക്ഷണമല്ല നടക്കുന്നത്. ന്യൂനപക്ഷ സംരക്ഷണത്തിന് പകരം ന്യൂനപക്ഷത്തെ കഴിയാവുന്നത്ര ദ്രോഹിക്കുന്ന നിലപാട് ബോധപൂർവം നമ്മുടെ രാജ്യത്ത് RSS നേതൃത്വം നൽകുന്ന സംഘപരിവാർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഭരണപരമായ അധികാരം ഉപയോഗിച്ച് പിന്തുണ നൽകുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ. വഖഫ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുസ്ലിം ജനവിഭാഗത്തിനിടയിലുള്ള നിയമപ്രകാരം അവകാശപ്പെട്ടൊരു കാര്യമാണ്. അത് പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സാധാരണഗതിയിൽ സർക്കാരിനുള്ളത്. പക്ഷെ ഇവിടെ വഖഫ് ചെയ്ത ഭൂമി അത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ ഭേദഗതിയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത്. കടുത്ത എതിർപ്പ് അത് ഉയർത്തി. മാത്രമല്ല BJPയോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കടക്കം അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരടക്കം അതിനോട് വിയോജിച്ചു. നേരെ പാസ്സാക്കിയെടുക്കലായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ കടുത്ത എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ പരിശോധനയ്ക്ക് പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. ഉദ്ദേശം
വെക്കുന്നതാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായുള്ള ഒരു നടപടി എന്ന നിലക്കാണ് ഇതിനെ കാണാൻ കഴിയുക. ഇതിൻ്റെ ഭാഗമായുള്ള മറ്റൊട്ടേറെ കാര്യങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നതും നേരത്തെ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ഘട്ടത്തിലും അക്രമികളുടെ പക്ഷത്താണ് നിന്നിട്ടുള്ളത്. ആക്രമണത്തിനിരയായ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിനല്ല എത്തിയിട്ടുള്ളത്. ചില ഘട്ടങ്ങളിൽ അക്രമത്തിനിരയായവർക്ക് എതിരായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതെല്ലാം RSS നേതൃത്വത്തിലുള്ള സംഘപരിവാർ നിലപാടിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഈ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു നിൽക്കുന്നുണ്ട്. അത് ഇവിടെ കൈകാര്യം ചെയ്ത രീതി നാം നോക്കണം. മുനമ്പത്തുള്ള പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക പ്രശ്നമായി കണ്ടുകൊണ്ട് തന്നെ സർക്കാർ ഇടപെടുകയുണ്ടായി. ആ പ്രശ്നം പരിശോധിച്ചാൽ കാണാൻ കഴിയുക, ദീർഘകാലമായി, അതായത് ദശാബ്ദങ്ങളായി അവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങളുണ്ട്. അവര് ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്യുന്നു എന്ന ബോധ്യത്തിൽ ഭൂമി വാങ്ങിയവരല്ല. സാധാരണ നിലക്ക് ഉള്ള ഭൂമി വാങ്ങലാണ് അവർ പലരും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ആളുകൾ ആ ഭൂമി നേരത്തെ വഖഫ് ചെയ്ത ഭൂമിയായിരുന്നു. ആ വഖഫ് ചെയ്ത ഭൂമി മറ്റു ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി ചിലർക്ക് വിൽക്കാൻ സാധിച്ചു. ഇത് വളരെ വിശദമായ ഒരു കാര്യമാണ്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു ഘട്ടത്തിൽ റിസീവർ തന്നെ വിൽക്കുന്ന നിലയുണ്ടായി. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചരിത്രം. ഏതായാലും വഖഫിൻ്റെ ഭൂമി വഖഫിന് അവകാശപ്പെട്ടതാണ്, വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്ന നിയമപരമായ ഒരു വശമുണ്ട്. അതിൽ കോടതിയുടെ ഇടപെടൽ പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ താമസിക്കുന്ന ആളുകൾ, ആ കൈവശം വെക്കുന്ന ആളുകൾ ആ സ്ഥലത്തിൻ്റെ നികുതി അടക്കുന്നത് തടയുന്ന നില വന്നു. അതിൽ ഗവൺമെൻറ് ഇടപെട്ടു. ആ പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. ആ നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. നികുതി അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയപ്പോൾ ചിലർ കോടതിയിൽ പോയി കോടതി അത് സ്റ്റേ ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേയിൽ കിടക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾ, കൈവശാവകാശക്കാർ ഒഴിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ആശങ്കയും. ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ചു. അതിലാദ്യം എടുത്ത നിലപാട് അവിടെ ദശാബ്ദങ്ങളായി താമസിക്കുന്നവർ, കൈവശം വെക്കുന്നവർ, അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. അതാണ് സർക്കാരിൻ്റെ സമീപനം. അതിലേറ്റവും പ്രധാനം അവർക്ക് അവിടെ തന്നെ നിൽക്കാൻ കഴിയണം, അവരെ ഒഴിപ്പിക്കരുത്. അപ്പോൾ സർക്കാർ നിലപാടെടുത്തത് ഇവരെ ആരെയും ഒഴിപ്പിക്കുന്നില്ല, ഇവരെ ഒഴിപ്പിക്കുന്ന നടപടി എടുക്കില്ല. അതേസമയം വഖഫ് ബോർഡിനോട് സർക്കാർ ഒരു അഭ്യർത്ഥന നടത്തി. ഇപ്പോൾ ഈ ഒരു നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ നിങ്ങൾ അവരെ ഒഴിയേണ്ടതാണ് എന്ന് പറഞ്ഞുള്ള നിലപാടെടുക്കുകയോ അതിൻ്റെ ഭാഗമായുള്ള നോട്ടീസ് അയക്കുകയോ ചെയ്യരുത്. അത് വഖഫ് ബോർഡും അംഗീകരിച്ചു. അപ്പോൾ അവരെ അവിടെ സംരക്ഷിക്കുക എന്ന നിലപാട് വരുമ്പോൾ നിയമപരമായ സംരക്ഷണമാകണം. ഒരു സർക്കാർ നിലപാടുകൾ എടുക്കുമ്പോൾ നിയമപരമായ നിലപാടേ എടുക്കാൻ പറ്റും. ഇതിനകത്ത് നൂലാമാലയായിട്ടുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാകെ വിശദമായി പരിശോധിച്ച് ഇവരുടെ കൈവശാവകാശക്കാരുടെ, താമസക്കാരുടെ താല്പര്യം എങ്ങനെ സംരക്ഷിക്കാനാകും, ആ താല്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമോപദേശം സർക്കാർ ലഭിക്കേണ്ടതുണ്ട്. അതിന് കേരള ഹൈക്കോടതിയിലെ റിട്ടയർ ചെയ്ത, നേരത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച പ്രസിദ്ധ നിയമജ്ഞൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒരു കമ്മീഷനായി നിയമിക്കുന്നു. 3 മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കമ്മീഷൻ നൽകണം എന്നും അതോടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ട്. നികുതി അടക്കാൻ പാടില്ല, നികുതി അടക്കാൻ തീരുമാനിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നികുതി അടക്കാൻ പറ്റുന്നില്ല. ആ സ്റ്റേ നീക്കിക്കിട്ടുന്നതിന് ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കും. ഹൈക്കോടതിയിൽ വിവിധ കേസുകളുണ്ട്. ആ കേസുകളിൽ ഈ കൈവശാവകാശക്കാർക്കും അവിടുത്തെ സ്ഥിരതാമസക്കാർക്കും അനുകൂലമായ നിലപാട്, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക.
ഈ കാര്യങ്ങളെല്ലാം ആ സമരം നടത്തുന്ന ആളുകളോട് പറഞ്ഞു. അവര് സർക്കാർ തീരുമാനത്തെ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നു. ഇതാണ് ഒരു സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന നില. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ശത്രുവായി കണ്ടുകൊണ്ട നിലയല്ല. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം എങ്ങനെ യോജിപ്പോടെ പരിഹരിക്കാൻ പറ്റും, അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ നിയമാധിഷ്ഠിതമായ രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും, അതേസമയം ജനങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യരുത്. ആ സമീപനമാണ് സംസ്ഥാന സർക്കാർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നിൽ ഏറ്റവും പ്രധാന വിഷയമായി നിൽക്കുന്ന ഒന്നാണ് ചൂരൽമല മേപ്പാടി ദുരന്തം. ചൂരൽമല മേപ്പാടി ദുരന്തത്തിൽ വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിച്ചത്. ഇന്ത്യയിലെ തന്നെ വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ടത് മാറി. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ഇതൊരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത്തരമൊരു നിലപാട് ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. നമുക്ക് നേരത്തെ ചില അനുഭവങ്ങളുണ്ട്. 2018 മഹാപ്രളയം നാം നേരിട്ടതാണ്. നൂറ്റാണ്ട് കണ്ട മഹാപ്രളയമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തകർത്തു കളഞ്ഞ ഒന്നായിരുന്നു അത്. കേരളത്തെ സ്നേഹിക്കുന്നവരെല്ലാം വലിയ വേദനയോടെ നോക്കിക്കണ്ട ഒന്നായിരുന്നു അത്. ആ ദുരന്തത്തിൽ പ്രത്യേക സഹായം യാതൊന്നും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. ആ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്ന നാടാണ് നമ്മുടേത്. ഇതൊരു വലിയ ദുരന്തമായി. ആ ദുരന്തത്തിൻ്റെ ഏറ്റവും ദയനീയമായ രംഗങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി ദുരന്ത സ്ഥലം സന്ദർശിച്ചു. അവിടെ ധാരാളം സമയം ചെലവഴിച്ചു. അപ്പോൾ നൽകിയ സൂചനകളും ഉണ്ടായ പ്രതീതിയും ഈ ദുരന്തത്തിൽ കാര്യമായി സഹായിക്കുമെന്ന് തന്നെയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെതായ വാക്കുകളിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായി ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ കാണുകയും ഇത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇത്രയായിട്ടും നമുക്ക് സഹായങ്ങളൊന്നും ലഭിച്ചില്ല. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ സ്വയമേവ ഒരു കേസെടുത്തു. ആ പരിശോധനക്കിടക്ക് ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നിങ്ങൾ സഹായിക്കുക, അത് നിങ്ങൾ പറയണം. വിവിധ അവധികൾ കഴിഞ്ഞു, പറയാൻ പറ്റിയില്ല. അവസാനത്തെ അവധി ഇപ്പോൾ കഴിഞ്ഞു. ആ അവധി ദിവസം ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഒരു എഫിഡവിറ്റ് കൊടുക്കുകയുണ്ടായി. അതിൽ പറഞ്ഞത്, ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കയ്യിൽ ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ട്. ആ ദുരന്ത നിവാരണ ഫണ്ടിൽ 153 കോടി രൂപ ഇതിനായി ചെലവഴിക്കാവുന്നതാണ്. അപ്പോൾ കേട്ടാൽ നമുക്ക് എല്ലാവർക്കും തോന്നുക എന്താ, ഇപ്പോൾ സംഖ്യയുടെ കൃത്യമായ കണക്കല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ 300 കോടി സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. ആ സർക്കാരിൻ്റെ കയ്യിൽ ഉള്ള 300 കോടിയിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു നിങ്ങൾക്ക് 150 കോടി ചെലവഴിക്കാം. ഇത് ആ ഫണ്ടിൽ നിന്ന്. ആ ഫണ്ടിൽ 150 കോടി ചെലവഴിക്കാമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആവശ്യത്തിന് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത കാര്യങ്ങൾക്ക് 150 കോടി ചെലവഴിച്ച് ആ 150 കോടി ചെലവഴിച്ചിരിക്കുന്നു, നിങ്ങളത് റീഇംബേഴ്സ് ചെയ്യണം, നിങ്ങളത് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അത് അനുവദിക്കും എന്നാണ് നമ്മുടെ നാട്ടിലെ സാധാരണ എല്ലാവരും മനസ്സിലാക്കുക. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളും ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താ കാര്യം? ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിലെ ഈ രംഗത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്തു. ഈ പറഞ്ഞ പണം കുറവാണ്, എന്നാലും 153 കോടി എന്നൊരു സംഖ്യ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പണം നമുക്ക് ചെലവഴിക്കാലോ, ആ ചെലവഴിച്ച് നമുക്ക് റീഇംബേഴ്സ്മെന്റ് ചോദിക്കാലോ എന്നത് ചർച്ച ചെയ്തു. അപ്പോൾ എന്താ അവസ്ഥ? ഈ പറയുന്ന ഫണ്ട്, നമ്മുടെ കയ്യിലുള്ള ദുരന്ത നിവാരണ ഫണ്ട്, അത് നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന ഫണ്ടുണ്ട് ഓരോ വർഷവും. അതിൻ്റെ ഭാഗമായി നമ്മുടെ കയ്യിലെത്തിയ ഫണ്ടാണ്. ആ ഫണ്ട് നമുക്ക് ചെലവഴിക്കണമെങ്കിൽ അതിന് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡപ്രകാരം മാത്രമേ ചെലവഴിക്കാൻ പറ്റൂ. ആ മാനദണ്ഡപ്രകാരം ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി റീഇംബേഴ്സ്മെന്റ് ഇല്ല. ഈ പറയുന്നതിന് ചെലവഴിക്കാൻ പറ്റില്ല.
ചുവർമല മുണ്ടക്കൈക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റില്ല, അതിന്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റില്ല. ഈ പറയുന്ന മാനദണ്ഡങ്ങളിൽ പെടുന്ന കാര്യങ്ങൾക്ക് ഈ ഫണ്ട് ചെലവഴിക്കാം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഒരു പൈ കേരളത്തിനില്ല എന്നർത്ഥം. ഒരു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കേന്ദ്ര ഗവൺമെന്റിനെ വീണ്ടും അറിയിക്കാൻ പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനോട് ഈ സമീപനം തിരുത്തണമെന്ന് ആവശ്യപ്പെടാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഒരു നിലപാട് നമ്മുടെ കേരളത്തോട് സ്വീകരിക്കുമ്പോൾ മേപ്പാടി ദുരന്തത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ചില ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേപ്പാടിയിൽ മാത്രമല്ല ദുരന്തം ഉണ്ടായത്. ആ ദുരന്തത്തിന് ശേഷം ഉണ്ടായ ദുരന്തം ഒന്ന് മഹാരാഷ്ട്രയിലാണ്. അവിടെ 1492 കോടി രൂപയാണ് ആ ദുരന്തത്തിന്റെ തൊട്ടു പിന്നാലെ കൊടുത്തത്. അതേപോലെ തന്നെ ആസാം 1036 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് മറ്റു റിപ്പോർട്ടുകൾക്കൊന്നും കാത്തു നിൽക്കാതെ പണം കൊടുത്തതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ 1036 കോടി കൊടുത്തത് ആസാമിനല്ല, ആന്ധ്രാപ്രദേശിനാണ്. ആന്ധ്രാപ്രദേശിന് 1036 കോടി, ആസാമിന് 716 കോടി, ബീഹാറിന് 655 കോടി, ഗുജറാത്തിന് 600 കോടി. ഒരു റിപ്പോർട്ടും വേണ്ടി വന്നിട്ടില്ല. നല്ലത്, അവർക്കെല്ലാം കൊടുത്തതിനെ നമ്മളാരും എതിർക്കുന്നില്ല. നമുക്കതിന് എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോ സംസ്ഥാനത്തിനും സഹായം കൊടുക്കുന്നത് നല്ല കാര്യമാണല്ലോ. പക്ഷേ ആ സഹായം ഒരു പ്രത്യേക കണ്ണിൽ കൊടുത്താൽ പോരാലോ. കേരളവും വിഷം അനുഭവിച്ചൊരു സംസ്ഥാനമല്ലേ, ജനങ്ങളല്ലേ എല്ലാവരുടെ. കേരളത്തിലേതായാലും മഹാരാഷ്ട്രയിലായാലും ആന്ധ്രാപ്രദേശിലായാലും ആസാമിലായാലും ബീഹാറിലായാലും ഗുജറാത്തിലായാലും എല്ലാം ഇന്ത്യയുടെ മക്കളല്ലേ, ഇന്ത്യക്കാരല്ലേ. ഈ കേരളം ഇന്ത്യക്ക് പുറത്താണോ? കേരളത്തിന് അർഹതപ്പെട്ട സഹായം നൽകണ്ടേ? നമ്മളിതൊരു യാചനയായി ചോദിക്കുന്നതല്ല, നമ്മുടെ ഒരു അവകാശമാണത്. ഈ രാജ്യം നിർവഹിക്കേണ്ട ഒരു കാര്യമാണത്. അതാണ് ചെയ്യാതിരിക്കുന്നത്. എത്രമാത്രം പ്രതിഷേധാർഹമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്ന് നാം കാണണം. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യകത അംഗീകരിച്ച് ഈ സഹായം പെട്ടെന്ന് തന്നെ സംസ്ഥാനത്തിന് നൽകണം എന്നതാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. സംസ്ഥാന ഗവൺമെന്റ് വീണ്ടും സമീപിക്കും. കാരണം ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ നമ്മൾ. ഇത്തരം ആവശ്യങ്ങൾ ചോദിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ബാധ്യതയാണല്ലോ, നമ്മുടെ ഒരു അവകാശമാണല്ലോ ചോദിക്കുന്നത്. അത് തുറന്നും ചോദിക്കും. ഈ നിലപാടിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. നമ്മുടെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യം. ആ പുനരധിവാസം ഇങ്ങനെയാകുമ്പോൾ നടക്കുമോ എന്നൊരാശങ്ക വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിന്റെ പങ്ക് വേണം എന്നുള്ളിടത്ത് തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്, സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. നമ്മുടെ നാടാകെ അതിന്റെ ഭാഗമായി തന്നെ നിൽക്കേണ്ടതുമാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ 2018 ആവർത്തിച്ചാലോ, 2018 മഹാപ്രളയം വന്നു, നാടാകെ തകർന്നു, സഹായിക്കാൻ തയ്യാറായവരെ വരെ തടയുന്ന നില വന്നു, ഒരു സഹായവും തന്നില്ല. ഇവിടെ പിരിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വാങ്ങണമെന്ന് പറഞ്ഞത് അങ്ങോട്ട് ചെല്ലാൻ അനുമതി നിഷേധിച്ചു. എല്ലാ തരത്തിലും നിഷേധാത്മക സമീപനം. എന്താ രാജ്യവും ലോകവും കണ്ടത്? ആശ്ചര്യകരമായ രീതിയിലുള്ള പുനർനിർമ്മാണം. കേരളത്തെ വീക്ഷിക്കുന്നവർ, കേരളത്തിന്റെ തകർച്ചയിൽ വലിയ മനോവേദനയോടെ നോക്കിക്കണ്ടവർ, അവര് കേരളത്തിന്റെ പുനരുദ്ധാരണം നല്ല രീതിയിൽ നടക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. എങ്ങനെ ഇത് സാധിച്ചു? ആ എങ്ങനെ ഇത് സാധിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് കേരളമാണ്. കേരളത്തില് അതും സാധിക്കും, അതിനപ്പുറവും സാധിക്കും. എന്തുകൊണ്ട്? നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും, നമ്മുടെ ജനങ്ങളുടെ ഒരുമയും ഐക്യവും, അതിലൂടെയാണ് അസാധ്യമാണെന്ന് കരുതുന്ന പലതും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇതിലും അത് തന്നെയാണ് സംഭവിക്കുക. എന്താണോ പ്രഖ്യാപിച്ചത്, ആ പ്രഖ്യാപിച്ചതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അവിടെ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൗൺഷിപ്പ് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയ വീടുകൾ ഒരുക്കുന്ന നിലയാണ് ആദ്യം വേണ്ടത്. അത് പൂർണ്ണമായി തന്നെ അവിടെ സ്ഥാപിക്കും. സ്ഥലമെടുക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം വേഗം തന്നെ പരിഹരിക്കാൻ കഴിയും. അത് പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേക്കും അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ
ആരംഭിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ ഒരുപാട് വ്യക്തികളും സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം സഹകരിപ്പിക്കും. ഏറ്റവും മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് അവിടെ നിർമ്മിക്കും. അതോടൊപ്പം ഒരു ടൗൺഷിപ്പിന് വേണ്ട, ഒരു സമൂഹത്തിന് വേണ്ട പൊതു സൗകര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഒരുക്കുകയും ചെയ്യും. ലോകം ശ്രദ്ധിക്കുന്ന, ലോകത്തിന് മുന്നിൽ മാതൃകയായി മാറുന്ന ഒരു പുനരധിവാസ പ്രക്രിയയായിരിക്കും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം സംഭവിക്കുക എന്നതാണ് പറയാനുള്ളത്. അതും നമുക്ക് സാധിക്കുന്നതേയുള്ളൂ. നമ്മുടെ നാട് ആ തരത്തിലുള്ള ഒരു പ്രത്യേകതയുള്ള നാടാണ്. ജനങ്ങൾ കാണിക്കുന്ന ഒരുമയും ഐക്യവും ഇതിനെല്ലാം കൂടുതൽ കരുത്തു പകരുന്നതാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നില നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോ കിഫ്ബിയോട് സ്വീകരിക്കുന്ന സമീപനം, നമ്മുടെ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ വലിയ തോതിലാണ് കിഫ്ബി പങ്കുവഹിക്കുന്നത്. 80,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ 8.5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പല വികസന പദ്ധതികളുടെയും പണം കിഫ്ബിയിൽ നിന്ന് നാം എടുത്തതാണ്. പലതും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കിഫ്ബിയെ ആ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ന വാശിയോടെയാണ് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടും എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തത്. നമ്മളതിനെതിരെ ശക്തമായി വാദിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ വാദിച്ചു, ഫലമുണ്ടായില്ല. ഇപ്പോ സുപ്രീം കോടതിയിലടക്കം കേസ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒരു വിഷയം ഇതുകൂടിയാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നാഷണൽ ഹൈവേ, നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നല്ലതുപോലെ നടക്കുകയാണല്ലോ. ആ പണം ചെലവിടുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന കടമുണ്ട്. ആ കടം കേന്ദ്ര ഗവൺമെന്റിന്റെ കടത്തിന്റെ പരിധിയിലില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ഒരു ന്യായവും കിഫ്ബിയോട് വേറൊരു ന്യായവും എന്ന് ചോദിക്കുമ്പോൾ അതിന് വലിയ ഉത്തരവൊന്നുമില്ല. പക്ഷേ അവർ പറയുന്ന ഒരു ന്യായം, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വരുമാനമുണ്ട്, കിഫ്ബിക്ക് ആ രീതിയിൽ വരുമാനത്തിൻ്റെതായ ഒരു സ്രോതസ്സില്ല. ഈ ഒരു ന്യായമാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കിഫ്ബിയുടെ കാര്യത്തിൽ മാത്രമല്ല, പെൻഷൻ, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി നാം രൂപീകരിച്ച കമ്പനിയുടെ കാര്യത്തിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. അവരെടുക്കുന്ന വായ്പ അതിൻ്റെ പരിധിയിൽപ്പെടും, കടത്തിൻ്റെ പരിധിയിൽപ്പെടും, സംസ്ഥാനത്തിൻ്റെ വായ്പയുടെ പരിധിയിൽപ്പെടും എന്ന് വന്നപ്പോൾ ആ പ്രവർത്തനം നിലച്ചുപോയി. അതോടൊപ്പമായിരുന്നു നമ്മളെ ശ്വാസം മുട്ടിക്കാൻ, സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. വലിയ നീക്കം. അങ്ങനെ വന്നപ്പോൾ ചില മാസങ്ങൾ നമ്മുടെ പെൻഷൻ കൊടുക്കുന്നത് തടയപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റ് മാസം തോറും കൊടുത്തു വന്ന പെൻഷനാണ്. അത് മറ്റു വഴിയില്ലാതായപ്പോൾ തടയപ്പെട്ടു. അതിൻ്റെ പ്രശ്നങ്ങൾ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരള നിയമസഭയിൽ സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഈ പെൻഷൻ മാസം തോറും കൃത്യമായി കൊടുക്കുന്ന നിലപാട് സ്വീകരിക്കും. വന്ന കുടിശ്ശിക, ആ കുടിശ്ശിക 2 വർഷം കൊണ്ട് കൊടുത്തു തീർക്കും. ഒരു ഗഡു കൊടുത്തു, ഈ വർഷം 2ാമത്തെ ഗഡു കൂടി ഇപ്പൊ പെട്ടെന്ന് കൊടുക്കും. അടുത്ത വർഷം 3 ഗഡു. അപ്പോ എല്ലാ മാസവും പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. ഇത് മുടങ്ങണം എന്ന ചിന്തയാണ് കേന്ദ്ര ഗവൺമെന്റിന്. അത്തരം മുടക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ മുടങ്ങിക്കോട്ടെ എന്ന നിലപാട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും നാം ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നമാണ്. കേരളത്തിലെ ഇത്തരം പ്രശ്നങ്ങളിൽ എല്ലായ്പ്പോഴും UDFും BJPയും 2 ഭാഗമായല്ല പ്രവർത്തിക്കുന്നത് എന്നത് കഴിഞ്ഞ കുറച്ചു കാലത്തെ അനുഭവത്തിലൂടെ നാം കാണുന്നതാണ്. അവർ രണ്ടാണെങ്കിലും ഒരേ മനസ്സ് എന്ന നിലയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ നമ്മുടെ നാടിൻ്റെ പുരോഗതി തടയുന്ന കാര്യങ്ങളടക്കം സംഭവിക്കുകയാണ്. BJPക്ക് ഒരു കേരള വിരുദ്ധ വികാരമുണ്ട്. ആ കേരള വിരുദ്ധ വികാരമാണ് ഫലത്തിൽ UDFും പങ്കിടുന്നത്. ഇത് എവിടം വരെ എത്തുന്നു? ഇപ്പോ ഈ ഒരു പരസ്പര ആലോചനയും അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകളും തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ BJPക്ക് ഒരംഗമുണ്ടായിരുന്നു. 2016 തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നിയമത്തിൽ നിന്നാണ് ആ അംഗം വന്നത്.
എങ്ങനെയാ അംഗം വന്നത്? തൊട്ടപ്പുറത്തുള്ള ഒരു സീറ്റിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരണമായിരുന്നു. അപ്പോൾ പരസ്പര ധാരണ, അതിൻ്റെ ഭാഗമായി നേമത്ത് നിന്ന് BJP വന്നു, അപ്പുറത്ത് നിന്ന് കോൺഗ്രസ് നേതാവും വന്നു. ഇതൊരു രഹസ്യ ധാരണയായിരുന്നു. അത് വിജയകരമായി നടപ്പാക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പരസ്യമായി തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഇവിടെ നേമത്ത് BJPയുടെ ഈ അക്കൗണ്ട് പൂട്ടിക്കും. സംഭവിച്ചല്ലോ. അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടുകയും അവിടുന്ന് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ സഖാവ് ശിവൻകുട്ടി വിജയിച്ചു വരികയും ചെയ്തു. ഇപ്പോൾ ഒരു ലോക്സഭാ മെമ്പർ BJPക്ക് ഉണ്ട്, തൃശ്ശൂരിൽ നിന്നാണത്. എങ്ങനെയാണത്? അതിൻ്റെ വോട്ടിൻ്റെ കണക്ക് പരിശോധിച്ചാൽ മതിയല്ലോ. നേരത്തെ 2019 BJPക്ക് കിട്ടിയ വോട്ട്, 2019 കോൺഗ്രസിന് കിട്ടിയ വോട്ട്. കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ 2019 കഴിഞ്ഞ് 24 ആയപ്പോൾ 87,000-ഓളം വോട്ട് കാണാനില്ല. 87,000-ഓളം വോട്ടിന്റെ കുറവ് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നു. ആ വോട്ട് BJPയോടൊപ്പം ചേർന്നു. ഇത് പ്രത്യക്ഷത്തിലുള്ള കണക്കാണല്ലോ. എന്നാൽ LDF ഞങ്ങൾ വിജയിക്കുമെന്നാണ് കണക്കാക്കിയിരുന്നെങ്കിലും പരാജയപ്പെട്ടു പോയി. പക്ഷേ വോട്ടിന്റെ എണ്ണം 16,000-ലധികം വർദ്ധിപ്പിച്ചു. 2019 നിന്ന് 24 എത്തിയപ്പോൾ 16,000-ലധികം വോട്ടിന്റെ വർധനവുണ്ടായി. പരാജയപ്പെട്ടത് ഞങ്ങൾക്ക് ക്ഷീണം തന്നെ. പക്ഷേ UDFന്റെ 87,000-ഓളം വോട്ട് BJPയോടൊപ്പം ചേർന്നപ്പോൾ ആ കോൺഗ്രസ് വോട്ടിന്റെ ഭാഗമായി BJPക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞു. ഇതല്ലേ നാം കാണേണ്ട വസ്തുത. ഇവിടെ കോൺഗ്രസിന് ഏതെങ്കിലും കാലത്ത് തത്വാധിഷ്ഠിതമായ നിലപാടുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് 1960 വിമോചന സമരം കഴിഞ്ഞ് സഖാവ് EMS പട്ടാമ്പിയിൽ മത്സരിക്കാൻ പോകുന്നു. അവിടെ ജനസംഘം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ പ്രവർത്തനം ആരംഭിച്ചു. പൊതു സ്ഥാനാർത്ഥി EMSനെ പരാജയപ്പെടുത്താൻ ആ പൊതു സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെതായി വന്നു. ദീനദയാൽ ഉപാധ്യായ, അന്നത്തെ ജനസംഘത്തിന്റെ സമുന്നതനായ നേതാവ്, അദ്ദേഹം പട്ടാമ്പിയിൽ വന്ന് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു EMSനെ പരാജയപ്പെടുത്താൻ. ഇതല്ലേ ഉണ്ടായത്? ഇതേ കാര്യം പാലക്കാട് സഖാവ് AKG മത്സരിക്കാൻ പോയപ്പോൾ സംഭവിച്ചില്ലേ? AKGയെ പരാജയപ്പെടുത്താൻ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ? പക്ഷേ ജനങ്ങൾ അംഗീകരിച്ചില്ല. കോലീബി സഖ്യം നമുക്കറിയാവുന്നതാണ്. എല്ലാ കാലത്തും 4 വോട്ടിന് വേണ്ടി വർഗീയതയെ ചേർത്ത് പിടിക്കാൻ ഒരു മടിയില്ല. അതല്ലേ കാണുന്നത്? ഇപ്പൊ അതെവിടം വരെ എത്തി? ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും വലിയ തോതിൽ കൂട്ടുപിടിക്കുന്നു. ഇന്ന് പത്രങ്ങളിലുണ്ട്, അഭിമാനപൂർവ്വം പാലക്കാട് നിന്നൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ വിജയത്തിൽ SDPIയുടെ പങ്കുണ്ട്. എന്തൊരു അഭിമാനം! എന്താ അഭിമാനത്തിന്റെ പിന്നിൽ? എങ്ങോട്ടാണ് നാടിനെ കൊണ്ടുപോകുന്നത്? എവിടത്തേക്കാണ് നാട് എത്തിച്ചേരുക? ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ രാജ്യത്ത് ഈ കാണുന്ന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ജനാധിപത്യം അതേ രീതിയിൽ വേണമെന്നല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് അവരുടേതായ ആശയമുണ്ട്. ആ ആശയം രാജ്യത്തിന്റെ ഭരണമല്ല, ലോകത്തിന്റെ ആകെ സാമ്രാജ്യമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെതായ നയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായി സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഇതേവരെ തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. അതല്ലേ വസ്തുത. ഇത്തവണയാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് രംഗത്ത് വന്നത്. എന്തിന്? BJPയെ സഹായിക്കാൻ. അവർ 4 സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. ഒരു സീറ്റിൽ കേന്ദ്രീകരിച്ചു, സഖാവ് തരിഗാമി മത്സരിച്ച സീറ്റിൽ. തരിഗാമിയെ പരാജയപ്പെടുത്താൻ. എന്താ തരിഗാമിക്കുള്ള കുറ്റം? കാശ്മീർ വിഷയത്തിൽ എല്ലാ കാലത്തും ശരിയായ നിലപാടെടുത്തു പോന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. അവിടെയുള്ള ജനങ്ങൾക്കാകെ അതറിയാം. ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മുഴുവനായിട്ട് അങ്ങോട്ട് കേന്ദ്രീകരിച്ചു പരാജയപ്പെടുത്താൻ തരിഗാമിയെ. പക്ഷെ ജയിച്ചത് തരിഗാമി. ഇപ്പോ ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷത്തെയല്ലേ പിന്താങ്ങിയത് എന്ന് ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു നയം നേരത്തെ ഉണ്ടായിരുന്നു. എങ്ങനത്തെ നയം? സ്ഥാനാർത്ഥികളെ നോക്കി പിന്താങ്ങുക. അങ്ങനെ ഒരു നയം ഒരു കാലത്ത് അവർ സ്വീകരിച്ചിരുന്നു. ഏതിൻ്റെയും ഭാഗമായിരുന്നില്ല. ഞാനിപ്പോൾ ഓർക്കുകയാണ്, പൊന്നാനിയിൽ ഒരു മത്സരം നടക്കുന്നു. ഒരു ഭാഗത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി TK ഹംസ, മറുഭാഗത്ത് MP ഗംഗാധരൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപനം MP ഗംഗാധരന് പിന്തുണ.
മറ്റൊന്നിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. ഏതാണ് മാനദണ്ഡമെന്ന് ആലോചിച്ചാൽ മതി എല്ലാവരും. ടി കെ ഹംസയും എം പി ഗംഗാധരനും മത്സരിക്കുമ്പോൾ എം പി ഗംഗാധരന് പിന്തുണ നൽകുന്ന നിലപാടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എടുത്തത്. ഇതാണ് നാടിന്റെ ചരിത്രം. നിങ്ങളന്ന് സ്വതന്ത്രമാണെന്ന് പറയാറുണ്ടായിരുന്നു. ആ സ്വതന്ത്ര വേഷം കാണിക്കുന്നതിന് ഏതെങ്കിലും 1-2 സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ചിലപ്പോൾ പിന്താങ്ങിയിട്ടുണ്ടാകാം. ഞങ്ങൾ നിങ്ങളുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല. ഹോൾസെയിലായിട്ട് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുമില്ല. നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇപ്പോഴതാണോ? പ്രിയങ്ക ഗാന്ധിക്ക് പരസ്യ പിന്തുണയല്ലേ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചത്? എന്ത് പറയാനുണ്ടായി കോൺഗ്രസിന്? ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും പിന്തുണ പരസ്യമായി വരുമ്പോ പ്രതികരിക്കണ്ടേ? തെരഞ്ഞെടുപ്പിൽ മത്സരം വോട്ടിന് വേണ്ടിയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ വോട്ട് ഏതുമാകാമെന്നാണോ? ഇവിടെ തലശ്ശേരിയിൽ പണ്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഓർത്ത് നോക്കൂ. ആ ഉപതെരഞ്ഞെടുപ്പിൽ EMS തലശ്ശേരി വെച്ച് പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. ഒലിച്ചുപോയോ ഞങ്ങൾ? അതാണ് രാഷ്ട്രീയ ആർജവം, വർഗീയ വിരുദ്ധ നിലപാടിൻ്റെതായ രാഷ്ട്രീയ ആർജവം. നിങ്ങൾക്കത് കാണിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളെ അഭിമാനപൂർവ്വം ഞങ്ങളുടെ കൂടെ SDP-യും ആ വിജയത്തിൽ പങ്കാളിയാണ്. SDP-I ആദ്യം തന്നെ പ്രകടനം, എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കുറച്ച് നീണ്ടുപോയി എന്നാണ് തോന്നുന്നത്. ഇപ്പോ ചേലക്കര, ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് വയനാട്, പാലക്കാട്, ചേലക്കര. വയനാട് നേരത്തെ നല്ല നിലക്ക് രാഹുൽ ഗാന്ധി ജയിച്ച മണ്ഡലം, അവിടെ പ്രിയങ്ക ഗാന്ധി വന്നു. അത് പുറമെ പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലം, ഒന്ന് മഞ്ചേശ്വരം, മറ്റൊന്ന് കാസർഗോഡ്, മൂന്നാമത്തെ പാലക്കാട്. ഈ 3 മണ്ഡലവും ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്. അതാണ് യാഥാർത്ഥ്യം. ഞങ്ങളിത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയ്യിലുള്ള സീറ്റ് ചേലക്കരയാണ്. അപ്പോ ഞങ്ങളെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തി വിജയം നേടി ഈ കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ വിജയം ഞങ്ങൾ നേടിയിരിക്കുന്നു. സർക്കാരിൽ ജനങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാൻ ചേലക്കര വിജയിച്ചു വരണം എന്നവർ കണക്കാക്കി. എല്ലാ സന്നാഹങ്ങളും ഒരുക്കി. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമല്ലോ, അതിനപ്പുറവും ചെയ്തു. എന്തായി? ഇതേ സ്ഥാനാർത്ഥി UR പ്രദീപ് 2016 അവിടെ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ കിട്ടിയതിനേക്കാളും വോട്ടും ഭൂരിപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ അതേ പ്രദീപ് നേടുന്നു. തൊട്ടു മുന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് സമ്പാദിക്കാൻ ഇത്തവണ LDF-ന് കഴിയുന്നു. പിടിച്ചെടുക്കാൻ നിങ്ങൾ നിയോഗിച്ച സ്ഥാനാർത്ഥി, തൊട്ടു മുന്നിൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി പുറകോട്ട് പോകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് പോലും സ്വന്തമാക്കാൻ ആ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നില്ല. ആരുടെ വിജയം? അതല്ലേ കാണേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ LDF-നോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ചേലക്കരയിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ചേലക്കരയിൽ ചേലുള്ള വിജയം എന്ന് നാട് ഒന്നിച്ചു പറയുന്നത്. ഇതാണ് നാം കാണേണ്ട കാര്യം. ഇത് കൂടുതൽ ഉത്തരവാദിത്വം നമ്മളിൽ ഏൽപ്പിക്കുന്നു എന്നത് നാം കാണണം. നമ്മുടെ നാടിൻ്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക്, ആ മുന്നോട്ട് പോക്കെന്ന് പറയുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് ഇന്നുള്ളിടത്ത് നിൽക്കലല്ല. 2016 നിന്ന് 8.5 വർഷം പിന്നിട്ട് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഇപ്പോൾ നേടിയിട്ടുണ്ട്. ആ നേട്ടങ്ങളിൽ അഭിരമിച്ച് നിൽക്കലല്ല, ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്നതിന് നാം നമ്മുടെ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റണം. അതിൻ്റെ ഭാഗമായി ഒരുപാട് മേഖലകൾ വലിയ തോതിൽ വികസിച്ച് വരേണ്ടതായിട്ടുണ്ട്. നമുക്കിനിയും സംസാരിക്കാമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒന്നും മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. ആ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. നമ്മുടെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ നാടിനെ വലിയ തോതിൽ മാറ്റി തീർക്കാൻ കഴിയണം. വിജ്ഞാന സമൂഹത്തിന്റെ ഭാഗമായി വരാൻ പോകുന്ന മാറ്റം അതായിരിക്കും. ഇന്നത്തെ കേരളം ലോകത്തിലെ വിവിധ ശാഖകളിൽ നേടിയ വിജ്ഞാനങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ആ വിജ്ഞാനങ്ങളാകെ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുക. നമ്മൾ ഒന്നിൻ്റെയും ആരുടെയും പുറകിലല്ലാത്ത അവസ്ഥയിലേക്ക് നാടിനെ എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ സ്മരണ നമുക്ക് തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആവേശവും കരുത്തും പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.
പെയിന്റിങ്. ഓ ഓ ഓ